നമസ്കാരം. ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു മുളയരിശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ പരിപ്പ്, ഇത് തോരപ്പരിപ്പാണ്. ഇതിൽ കടലപ്പരിപ്പ് ഇട്ടാലും നല്ല സ്വാദുണ്ടാവും. ഞാൻ തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കുമ്പളങ്ങ. ഈ പരിപ്പ് നമുക്ക് ആവശ്യത്തിന് കൂട്ടാം. എന്നുവെച്ചാൽ ഇത് പരിപ്പ് കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ കട്ടി കൂടും. അപ്പം അത് പരിപ്പ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുമ്പളങ്ങ, പിന്നെ അരക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും ജീരകവും കുറച്ച് കുരുമുളകും ഇടുക. ഞാൻ കുരുമുളക് അരക്കുക ചെയ്യുക. കുരുമുളക് പൊടിയിട്ട് കഴിഞ്ഞാൽ മുളയരിശത്തിന് കുരുമുളകിൻ്റെ സ്വാദ് കുറവായിരിക്കും കുക്കറിൽ വേവുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ട് അത് അരച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് വേവിക്കണം. പരിപ്പ് വെന്തതിന് ശേഷം അതിൽ കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് വേവിച്ച് കൊണ്ടുവരാം ആദ്യം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട അരവ് തയ്യാറാക്കാം. കുരുമുളക് ഞാൻ ആവശ്യത്തിന് വേണ്ടുന്നത് കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതും ജീരകവും പിന്നെ ഈ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും എടുത്തിട്ട് നന്നായി അരച്ചിട്ട് വരാം. കുമ്പളങ്ങയും പരിപ്പും നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് അത് ചേർക്കാം. ഇനി നമുക്കിത് നല്ല പച്ചക്കറിവേപ്പില ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിൽ നമുക്ക് നല്ല കറിവേപ്പില താഴ്ത്തി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചാൽ ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ നമ്മുടെ മുളക് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ കുരുമുളകിൻ്റെ പച്ച സ്വാദ് കുറച്ച് മാറണം എന്നുള്ളവർക്ക് നന്നായിട്ട് കുറച്ചും കൂടിയും തിളപ്പിക്കാം. ഈ കുറച്ച് പച്ച സ്വാദ് ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്രയേ തിളപ്പിക്കാറുള്ളൂ. ഇനി നമുക്കിതിലേക്ക് സാധാരണ കറികളിലെല്ലാം ചെയ്യുന്നത് പോലെ കടുകും എല്ലാം വറുത്തിടാം. പക്ഷേ ഇതിൽ ചുവന്ന മുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുരുമുളക് കറിയിൽ ഞാൻ ചുവന്ന മുളക് ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് കടുകും കറിവേപ്പിലയും മാത്രം ഒന്ന് വറുത്തിടാം. അപ്പോൾ ഇതാ ഞാൻ ഈ കറിയിൽ വറുത്തിട്ടിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും മാത്രം വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുളക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങളാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.